ഹലോ ലോയ്റ്റ് പതിവ് പോലെ ഇന്നലെ ലേറ്റ് ആയിട്ടാണ് കിടന്നത്. കാരണം സിനിമയൊക്കെ കണ്ടിരിക്കുമല്ലോ, സ്വാഭാവികം. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഇടിയപ്പവും ഉരുളക്കിഴങ്ങേറിയായിരുന്നു. അതിനകത്ത് ഒരു മുട്ടയൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ഞങ്ങൾ ജിമ്മിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ ബിബിൻ വലിച്ചുകൊണ്ട് പോയി എന്ന് വേണം പറയാനായിട്ട്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ മാക്സിമം ഡീമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. ഇന്ന് ലെഗ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും കാലൊക്കെ വയ്യാണ്ടായി. അങ്ങനെ നിൽക്കുമ്പോൾ നല്ല സൂപ്പർ മണം വന്നത്. അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ അതേ നല്ല അടിപൊളി മജ്ബൂസ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒന്ന് ഹെൽത്തി ആവുമെന്ന് വിചാരിച്ചാൽ ഈ മമ്മി സമ്മതിക്കൂല. കണ്ട ചിരിച്ചോണ്ടിരിക്കണ കണ്ട. രാത്രി ആയപ്പോൾ പതിവ് പോലെ തന്നെ കറങ്ങാറിറങ്ങി. എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു സണ്ണീനെ ഐക്യയെ കാണിക്കാമെന്ന്. സംഭവം സണ്ണീനെ കാണിക്കാമെന്നല്ല, മമ്മിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഐക്യയെ പോയി കറങ്ങാൻ വലിയ ഇഷ്ടമാണ്. ഇമാതിരി അടവുകൾ ഇടയ്ക്കിടയ്ക്ക് മമ്മി ഇറക്കാറുള്ളതുകൊണ്ട് മമ്മിക്ക് ഞങ്ങൾ ഇരട്ടപ്പേരിട്ടിട്ടുണ്ട്. അടവേഷ് കുമാർ എന്നാണ് മമ്മിയുടെ ഇരട്ടപ്പേര്. അങ്ങനെ ഐക്യയിലോട്ടുള്ള എക്സിറ്റ് ഒക്കെ തെറ്റിച്ച് പതുക്കെ ഞങ്ങൾ ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിൽ തിരിച്ചെത്തി. അവിടുത്തെ പാർക്കിങ്ങിലാട്ടോ വണ്ടി ഇട്ടത്. ഐക്യ എന്താണ് എങ്ങനെയാണെന്നൊക്കെ കുറെ പേർക്കൊക്കെ അറിയായിരിക്കും. കാരണം നമ്മുടെ ഇവിടെ ബാംഗ്ലൂരും ഹൈദരാബാദൊക്കെ ഉണ്ട്. കുറെ പേർക്ക് അറിയായിരിക്കില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇങ്ങനെ കുറേ റൂംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു കിച്ചൺ, ബെഡ്റൂം, ഓഫീസ് സ്പേസ്, അതേപോലെ തന്നെ കിഡ്സ് ഏരിയ, അങ്ങനെ ഓരോരോ ഒരു വീടിനും ഓഫീസിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ അവരങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് തരും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് ഐറ്റംസ് വാങ്ങിക്കാം. അതുകൂടാതെ തന്നെ പോകുന്ന വഴിക്ക് കുറേ മൈന്യൂട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ, നമുക്ക് ആവശ്യമുള്ളത് അതിങ്ങനെ വാങ്ങിക്കാം. അതുകൂടാതെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു ഒരു എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു സെന്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു 100 തവണ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഓരോ പുതിയ കിച്ചൻ്റെ അതിൻ്റെ മുമ്പിലൊക്കെ നിന്ന് മമ്മി ഫോട്ടോ എടുക്കും. സണ്ണിയും മമ്മീനെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അതും ഇതും ആ കബോർഡും ഈ കബോർഡൊക്കെ തുറന്നു നോക്കാറുണ്ടായിരുന്നു. പണ്ട് ഈ ഐക്യ തുറന്ന സമയത്തുണ്ടല്ലോ ഇവിടെ ഇതൊന്നും അല്ലായിരുന്നു തരാം. കാരണം ഖത്തറിൽ ഒരിടത്തും ഇല്ലാത്ത ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഐക്യ പ്രൊവൈഡ് ചെയ്തിരുന്നത്. സാധാരണ എല്ലാ സൂപ്പർ മാർക്കറ്റും പോലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന റൂമുകളും എല്ലാ കുഞ്ഞു കാര്യങ്ങൾക്കും ഓരോ ഐറ്റംസും അങ്ങനെ ഒരു കിടലിന് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ആ പഴയ തിരക്കൊന്നും ഇവിടെ കാണാനില്ല കേട്ടോ. അങ്ങനെ ഐക്യയിൽ ഒരു 1.5 മണിക്കൂറൊക്കെ നടന്ന് ക്ഷീണിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു കസിന്റെ വീട്ടിൽ കയറി. അവർ മന്തി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ മന്തി ആയിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവന്മാർക്ക് ഏത് നേരം ഈ തീറ്റ മാത്രമേ ഉള്ളൂ എന്ന്. സംഭവം വേറെ ഒന്നുമല്ലേ, KFCയിൽ റിവാർഡ് പോയിന്റ്സ് വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് 2 റാപ്പ് കിട്ടി. അങ്ങനെ ആ റാപ്പ് വാങ്ങിച്ച് വീട്ടിലോട്ട് വന്നു. പിന്നെ രാത്രി സിനിമ കാണുമ്പോൾ എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ സിനിമയൊക്കെ കണ്ട് രാവിലെ എണീറ്റപ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആയിട്ടോ. അപ്പം ഇന്ന് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബ്രഞ്ച് എന്ന് പറയാം. അപ്പം നല്ല പേപ്പർ റോസ്റ്റ് പോലത്തെ ദോശയ്ക്കകത്ത് നല്ല സൂപ്പർ മസാല ഫില്ലിങ്, അതിൻ്റെ കൂടെ ഒരു കിടിലൻ കട്ടൻ ചായ കൂടെ കുടിച്ചാൽ ആഹാ ഒന്നും പറയാനില്ല. എന്നാൽ നീ ഇനി ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം ബാക്കി. സംഭവം ഞങ്ങൾ ജസ്റ്റ് ഒരു മാസത്തേക്കാട്ടോ ഖത്തറിലേക്ക് വന്നത്. പക്ഷെ ദിവസങ്ങൾ പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് പോകേണ്ട സമയം. എന്തായാലും പോകുന്നതിന് മുമ്പ് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങൾ കഴിച്ചതിന് ശേഷം നേരെ മെട്രോ സ്റ്റേഷനിലേക്കായിട്ട് നടന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ എത്തി. അവിടെ നിന്ന് മെട്രോയും കയറി മാൾ ഓഫ് ഖത്തറിലോട്ട് പോവാണ്. ഖത്തറിൽ മൊത്തം അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഓപ്പൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് മെട്രോ ഉള്ളൂ. അതിനകത്തൊരു സ്ഥലമാണ് ഈ മാൾ ഓഫ് ഖത്തർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഇറങ്ങി. സംഭവം വലിയ മോളാണെങ്കിലും എസ്തെറ്റിക് ആണെങ്കിലും എനിക്ക് ഇപ്പോഴും ഇഷ്ടം വില്ലാജോ മോളാട്ടോ. വില്ലാജോ എന്ന് പറയുമ്പോണ്ടല്ലോ ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇച്ചിരി കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇതാണ് കേട്ടോ ഈ മോളുടെ സെന്റർ ഭാഗം. ഇവിടെ ആക്ച്വലി ഫൗണ്ടൈൻ ഒക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ അവരത് ഓഫ് ചെയ്തിട്ടേക്കുക. പിന്നെ റെഗുലർ ആയിട്ട് ഇവിടെ ഇവന്റ്സ് നടക്കാറുണ്ട്. രാത്രിയൊക്കെ ആകുമ്പോഴാണ് ഈ സ്ഥലം കുറച്ചുകൂടെ ലൈവ്ലി ആവാറ്. പക്ഷെ നമ്മുടെ മെയിൻ ലക്ഷ്യം അതല്ലായിരുന്നു കേട്ടോ. നമ്മളിവിടെ ഒരു എയർപോർട്ട്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നെറ്റിൽ നോക്കിയപ്പോൾ ഐക്കണക്റ്റിൽ നല്ല ഓഫേഴ്സ് കണ്ടു. അപ്പോൾ ഇവിടുത്തെ കാരഫോന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ചെറിയൊരു ഐക്കണക്റ്റാണ്. സംഗതി ഒരു പെട്ടിക്കട പോലെ ഉള്ളെങ്കിലും എല്ലാ ഐറ്റംസും അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നെറ്റിലൊക്കെ നോക്കി ഏറ്റവും ഓഫേഴ്സ് കാണിക്കുന്ന ഐക്കണക്റ്റിലാണ്. കാരണം അവരൊരു ഹോൾസെയിൽ ഡീലറാണ്, ദുബായ് ബേസ്ഡ് ആണെന്ന് തോന്നുന്നു. ഭാഗ്യത്തിന് നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ സ്റ്റോക്കിലുണ്ടായിരുന്നു. ആകെ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മളങ്ങ് പൊക്കി. എന്തായാലും ഇവിടെ വരെ വന്നത് വെറുതെ ഇല്ല. അപ്പം തന്നെ നേരെ മേലത്തെ ഫുഡ് കോർട്ടിൽ പോയിട്ട് നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കി. സാധനം കിട്ടും. അൺബോക്സ് ചെയ്ത് സമയം ഉച്ചയായത് അറിഞ്ഞില്ല കേട്ടോ. നല്ല വിശപ്പ്. തൊട്ടടുത്തുള്ള ജോളിബി പോയിട്ട് അവിടെ നിന്നാണ് ഫുഡ് മേടിച്ചിരുന്നത്. എപ്പോഴും KFC കഴിക്കണം. കാരണം ഈ ജോളിബി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് മേടിച്ചത് അവിടുത്തെ മീലാണ്. അപ്പോൾ ഫ്രൈസ് ഉണ്ടായിരുന്നു, ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു, ബർഗർ, പിന്നെ കോൾഡ് സ്ലോ, ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഫുഡ് കോർട്ടിന്റെ സൈഡിൽ തന്നെ ഇരുന്ന് അത് കഴിച്ചു നോക്കി. KFCയിൽ കാണാത്തൊരു ഐറ്റം ആട്ടോ ഇത്. നമ്മുടെ ചോറില്ലേ, അത് ബർഗർ പോലെ പൊതിഞ്ഞ് വെച്ചേക്കണം. അതിൻ്റെ കൂടെ ഇടാനൊരു ഗ്രേവിയും അത് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി. പക്ഷെ സംഭവം ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അതത്ര എസ്തെറ്റിക് അല്ലാട്ടോ. ഇവര് എസ്തെറ്റിക് ആണ് ഉദ്ദേശിച്ചത് ഗൈസ്. അത്ര കൊണ്ട് എസ്തെറ്റിക് ആയില്ല. ചീറ്റിപ്പോയി ഗൈസ്. എസ്തെറ്റിക് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇച്ചിരി ഡ്രൈ ആയിരുന്നു, എന്നാലും നല്ല സ്പൈസി ആയിരുന്നു ചിക്കൻ. അപ്പോൾ നമ്മുടെ ഫുഡ് കോർട്ടിന്റെ സൈഡിലുള്ള ഒരു ഏരിയ ആയിട്ട് ഇത് RC കാറിന് വേണ്ടി ഒരു ട്രാക്ക്, അതൊരു ഓഫ് റോഡ് ട്രാക്ക്. സംഭവം ഇത്രയും പ്രായമായെങ്കിലും ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സൊന്നും ചാഞ്ചാടി. പക്ഷെ ഞാൻ കളിച്ചില്ല, നാണക്കേട് ഓർത്തിട്ട്. നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്താണെങ്കിലും വിഷമം നിർക്കാനായിട്ട് ഒരു മെക്ഫ്ലറി വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ലോട്ടസ് ബിസ്കോഫിന്റെ ആയിരുന്നേ. മോളിൽ നിന്ന് നേരെ വീട്ടിലെത്തിയപ്പോൾ പതിവ് കാഴ്ച, സീരിയലിൽ മുഴുകിയിരിക്കുന്ന മമ്മി, പുറകിലൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഡാഡി. ഈ 2-3 വർഷമൊക്കെ നിർത്താതെ ഓടിക്കാൻ
ഇനി സീരിയലുകാർക്കൊക്കെ എവിടെ നിന്ന് കണ്ടന്റ് കിട്ടുന്നാവും. അപ്പൊ എന്നത്തെയും പോലെ രാത്രി നമ്മൾ കറങ്ങാനായിട്ട് ഇറങ്ങി. ആന്റി ഞങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ പേൾ ഖത്തറിലോട്ടാണ് പോകുന്നത്. അവിടെ ഒരു പുതിയ സംഭവം തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഗിവാൻ ഐലൻഡ് എന്ന് എന്താണ് കേട്ടത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളിലൊക്കെ റീല് കണ്ടിരുന്നു. ഇവര് നേരത്തെ പോയതാണ്, പിന്നെ ഞങ്ങൾ വന്നിട്ട് പോകാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്. ആക്ച്വലി ഈ പേൾ ഖത്തറിലെ ഒരു ബ്യൂട്ടിഫുൾ ഒരു സ്പോട്ടുകളിൽ ഒന്നാട്ടോ. കുറെ നൈസ് വില്ലാസും ബിൽഡിങ്സും ഓഫീസുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴാണെങ്കിൽ പുറമേനേക്കാളും കൂടുതൽ തണുപ്പ്. പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി നടുക്കുന്നവര് AC പമ്പ് ചെയ്യുന്നുണ്ടെന്ന്. നമ്മുടെ സൂക്ക് വാക്കിഫില്ലേ, അതും പിന്നെ വെസ്റ്റ് വാക്കിനും കൂടെ ഒരു കോമ്പിനേഷൻ പോലെ ആയിട്ട് എനിക്ക് തോന്നുന്നത്. സൂക്ക് വാക്കിഫ് പോലെ തന്നെ ബ്യൂട്ടിഫുള്ളും എന്നാൽ വെസ്റ്റ് വാക്കിലെ പോലത്തെ കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇറ്റാലിയൻ കഫേസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർ ഇവിടെ കുറവാട്ടോ. മൊത്തം ഈ അറബ്സും യൂറോപ്യൻസും ആണുള്ളത്. ഇത് കണ്ടോ, നമ്മൾ നടക്കുന്ന ഏരിയയില്ലേ, അവിടെ മുഴുവൻ ഇതുപോലെ ഗ്ലാസ് ഇട്ടിട്ട് അതിനകത്ത് ഇങ്ങനെ ക്രിസ്റ്റൽസ് കൊണ്ട് ഓരോരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തേക്കുക. ഓരോ ഗ്ലാസ് ഇട്ട ഏരിയയിലും ഓരോ ടൈപ്പ് കാഴ്ചകളാട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പേര് ക്രിസ്റ്റൽ ഐലൻഡ് എന്ന് വിളിക്കുന്നത്. ഈ ക്രിസ്റ്റലിനകത്ത് പണിത് വെച്ചേക്കുന്നത് അവരുടെ ഹിസ്റ്ററീസും പഴയകാല സ്റ്റോറീസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ ഓരോന്ന് മനസ്സിലാവും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറേ പാടുപെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ പണിയാനായിട്ട്. എന്താണെങ്കിലും ആക്ച്വലി നമുക്ക് ആ ഗ്ലാസിന്റെ മോളിക്കോണം നടക്കാം. ആക്ച്വലി കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഇതേപോലെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസ് ഒക്കെ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. ക്രിസ്റ്റൽ വാക്കിന്റെ ഏകദേശം ഒരു നടുഭാഗത്താട്ടോ ഈ ഒരു അട്രാക്ഷൻ ഉള്ളത്. നല്ലൊരു ചില്ലുകൂടിനകത്ത് ഇതുപോലെ ക്രിസ്റ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയ ബിൽഡിങ്സ്. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മലേഷ്യയിലെ ട്വിൻ ടവർ ഇല്ലേ, അതുപോലെ തോന്നും. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ നമ്മൾ ക്രിസ്റ്റൽ വാക്കിൽ കറങ്ങി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത സ്പോട്ടിലോട്ട് പോയി. ഇതിന്റെ പേരാണ് ഖനത് കോർട്ടിയർ. എന്താണെന്ന് എനിക്കറിയില്ല, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു. നല്ല എസ്തെറ്റിക് സ്പോട്ടാണ്. ഈ ബിൽഡിങ്സ് ഒക്കെ ആക്ച്വലി നല്ല കളർഫുൾ ബിൽഡിങ്സ് ആട്ടോ. രാത്രി ആയതുകൊണ്ടാണ് എല്ലാം യെല്ലോ കളർ. ഇതിന്റെ സൈഡിലും കഫേസും ഷീഷ പാർലറും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് കഴിച്ചത്. കാരണം സ്പെഷ്യൽ ഫുഡ് അങ്കിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഒട്ടകത്തിന്റെ റോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഒട്ടകം ഇവിടെ അലൗഡ് ആട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഇത്രയും ധൈര്യത്തോടെ പറയുന്നത്. അതുകൂടാതെ തന്നെ പോർക്കും ഉണ്ടായിരുന്നു. പോർക്ക് പിന്നെ നാട്ടിൽ കിട്ടുന്നതായതുകൊണ്ട് ഞാൻ അത്ര കഴിച്ചില്ല. ഞാൻ കൂടുതലും ഒട്ടകത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. എന്താണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് ഹാർഡ് മീറ്റ് ആണ്, പക്ഷെ നല്ലതായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കേണ്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.